തിരുവനന്തപുരം ചിറയൻകീഴ് വ്യാപക തെരുവുനായയുടെ ആക്രമണം 2 ദിവസങ്ങളിലായി നായയുടെ കടിയേറ്റത് 20 പേർക്ക്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ചിറയൻകീഴും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 20ഓളം പേർക്കാണ് പരിക്കേറ്റത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരെത്തി നായയുടെ സ്രവം ശേഖരിച്ച് പാലോട് വെറ്റിനറി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. 12 പേരെ കടിച്ച പട്ടി രാവിലെ തൊട്ട് കടിച്ചതാണ്. രാവിലെ 6 മണിക്കായിട്ട് ആദ്യത്തെ സംഭവം അറിഞ്ഞത്. വൈകുന്നേരം ഒരു 4-5 മണിയോടുകൂടി അറിഞ്ഞ് ഈ പട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളത്. അപ്പോൾ ഈ പട്ടി അന്നേ ദിവസം തന്നെ ഒത്തിരി പട്ടികളെയും കടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒത്തിരി തെരുവുനായ്ക്കളെയും കടിച്ചിട്ടുണ്ടായിരുന്നു. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 15 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ ആറ്റിങ്ങൽ, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രികളിലും ചികിത്സ തേടി. ചിറയൻകീഴിലെയും സമീപ പ്രദേശങ്ങളിലെയും ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും നായയുടെ ആക്രമണമുണ്ടായി. പട്ടിയിൽ നമ്മളെ മണപ്പിക്കാൻ വരുമല്ലോ സാധാരണ, അങ്ങനെ മണപ്പിക്കാനൊക്കെ വന്നിട്ട് ഒരു ഒറ്റ കടി, 2 കടി അടിച്ച് പിന്നെ എന്റെ കയ്യിൽ കടിക്കാൻ നോക്കി, പക്ഷെ കടി കിട്ടിയില്ല. ഞാള് മേലെ കയ്യിൽ പറ്റിയായിരുന്നു. ആളുകള് എല്ലാവരും പരാതി പറയും, പക്ഷേ അവരെല്ലാവരും മറ്റാരും കാണാതെ രഹസ്യമായി ഈ ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം ഉള്ളത് കൊണ്ട് മാത്രമാണ് പട്ടികളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അതിന് ജനങ്ങള്, നാട്ടുകാർ അതിലൊരു ബോധം വയ്ക്കണം. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച നായയുടെ ആക്രമണം വൈകിട്ട് വരെ തുടർന്നു. ചത്ത നായ തെരുവിൽ അലയുന്ന മറ്റ് നായകളെയും കടിച്ചതായി പറയുന്നു. ഇത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.